ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയത് ഞങ്ങളുടെ നോളജ് ഹണ്ടാണ്. അതിന് പ്രധാന കാരണമുണ്ട്. ഞാൻ നന്നായി വായിക്കാറുണ്ട്. മർഹൂം പാണക്കാട് സി മുഹമ്മദ് ശിഹാബ് തങ്ങൾ കൊടുക്കണം ഒരു ഇന്റർവ്യൂ വായിച്ചപ്പോൾ തങ്ങൾ ഇനിയുള്ള അഭിലാഷം ഏതാണ്? ഉസ്ബെക്കിസ്ഥാനിൽ പോകലാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പഠിക്കാൻ ആലോചിച്ചപ്പോഴാണ് സത്യത്തിൽ ഉസ്ബെക്കിസ്ഥാനൊക്കെ പറഞ്ഞ ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്. അൽ ഹിന്ദ് ശജറ ജുദൂറുഹാ ഫീ മക്ക വസാഖുഹാ ഫിൽ മദീന വഫറൂഹാ ഫിൽ ഇറാഖ് വതിമാറുഹാ ഫീ ഖുറാസാൻ. ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മാനിസ്ഥാൻ, ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞത്, അതായത് മാവറ എന്ന് പറഞ്ഞത്, അതായത് ഇൽമു എന്നൊരു വൃക്ഷമാണ്. അതിൻ്റെ അടിവേര് കിടക്കുന്നത് മക്കയാണ്. അതിൻ്റെ തടിമരം കിടക്കുന്നത് മദീനയിലാണ്. അതിൻ്റെ കൊമ്പ് ചില്ലികൾ കിടക്കുന്നത് ഇറാഖിലാണ്. എന്നാൽ അതിൻ്റെ കായ്കനികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. അവിടെ നിന്നാണ് ബുഖാരി സാദാത്തുക്കൾ, ബുഖാറാസ്കന്ത് ഉള്ളതൊക്കെ. ഇനിയിപ്പോൾ സിഹാസിത്തയിലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ, നസായി, അത് നമ്മൾ പഠിക്കുന്ന വലിയ വലിയ ഇമാമുമാര്, ഇമാം അബൂ മൻസൂർ മാത്തുർ റളിയല്ലാഹു അൻഹു, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, സഅദുദ്ദീൻ തഖ്താസാനി, ഇവരൊക്കെയും ഈ ഖുറാസാൻ മാത്രമല്ല. ഈ ഖുറാസാൻ എന്ന് പറഞ്ഞാല് മുഅ്ജമുൽ ബുൽദാനിൽ പറയുന്നത് മാ ബൈനൽ ഹിന്ദി വൽ ഇറാഖ് എന്നാണ്. ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പവിത്രത അതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഖുറാസാനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ ശിഹാസുത്തയുടെ മുഴുവൻ ഷുറൂഹും വ്യാഖ്യാനമുള്ളത് ഈ ഒരു പ്രവിശ്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് ഇന്നിപ്പോ ലോകം മുഴുവൻ മുഹദ്ദിഥീങ്ങളിൽ മക്ക, മദീന, യമന്, ഇറാഖ്, ഫലസ്തീനിൽ മുടിക്കുക പകുതിയിലേറെ മുഹദ്ദിഥീങ്ങൾ ഖുറാസാനാണ്. ആ ഖുറാസാൻ ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കുതുബ് മിനാറാണെങ്കിലും താജ്മഹൽ ആണെങ്കിലും ഇന്ത്യന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തലുകൾക്കിടയിൽ ഇമാമൊക്കെ ഖുറാസാനിൽ നിന്ന് വന്നതാണ്. അപ്പൊ ആ ഖുറാസാൻ നിന്ന് വന്ന കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ആദ്യമായിട്ട് കേരളത്തിലെത്തിയ തങ്ങന്മാരും ബുഖാരി തങ്ങന്മാർ 800 കൊല്ലം മുമ്പ് ബുഖാരി സാധുക്കൾ കേരളത്തിൽ ആദ്യമായിട്ട് 800 കൊല്ലം മുമ്പ്. ബുഖാരി ഇപ്പോ ഡൽഹിയിലെ വലിയ ജുമാത്തുണ്ടല്ലോ, അവിടുത്തെ ഇമാമ് എന്താണല്ലോ ബുഖാരിയാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഉച്ച് ഷരീഫ് എന്ന് പറയും പാകിസ്ഥാനില്, അവിടെ മഖ്ദൂമെ ജഹാംഗർ ജലാലുദ്ദീൻ ബുഖാരി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ബീജാപൂരി, അതായത് ഈ ഖുറാസാനിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ബുഖാരി പള്ളി ഉണ്ടാക്കിയപ്പോൾ ബുഖാരി തങ്ങന്മാർ അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ബീജാപൂരിലേക്ക് എത്തി. അങ്ങനെ കേരളത്തിൽ കണ്ണൂര് അറക്കലിലേക്ക് കുടുംബത്തിലേക്ക് എത്തി, വളവട്ടത്തെത്തി. ഇപ്പം വളവട്ടിൽ നിന്ന് ഞങ്ങളെ ഉപ്പാപ്പയുടെ ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു അവിടെയാണ് ഒട്ടുമിക്ക. അപ്പൊ പാണക്കാട് സാദാത്തുക്കളൊക്കെ ആദ്യത്തെ ഉപ്പാപ്പ വളവട്ടെടുത്താണ്. അതുപോലെ തന്നെ അഹദരി സാദാത്തുക്കള്, ജിഫിരി സാദാത്തുക്കള്, തോരോളം വലിയ വലിയ മഹത്തുക്കളൊക്കെ അന്ത്യവിഷമം കൊള്ളുന്ന വളവട്ടെടുത്താണ്. അവിടെ പഴയ നാഷണൽ ഹൈവേയോട് ചേർന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഉപ്പാപ്പ ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു അതുപോലെ കൊച്ചി ചെമ്പിട്ട പള്ളിയിൽ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു